സെൻറ്ററായുള്ള സർക്കിളിലെ രണ്ട് ആർക്കുകളാണ് ആർക്ക് എ പി ബി ആൻഡ് ആർക്ക് എ ക്യു ബി. ആർക്ക് എ പി ബിയുടെ ഓപ്പോസിറ്റ് ആർക്കാണ് ആർക്ക് എ ക്യു ബി എന്ന് പറയാം. അതുപോലെ തന്നെ ആർക്ക് എ ക്യു ബിയുടെ ഓപ്പോസിറ്റ് ആർക്കാണ് എ പി ബി എന്നും പറയാം. അപ്പോൾ ഇവിടെ ഈ സർക്കിളിൽ ആർക്ക് എ പി ബി നോക്കുക. എ പി ബിയുടെ രണ്ട് എൻഡ് എയും ബിയും സെൻറ്ററുമായി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടും. നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അതായത് ആംഗിൾ എ ഒ ബി മെഷർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 100 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ എ ഒ ബി 100 ആണ് കിട്ടിയത്. ഇനി നമ്മൾ എയും ബിയും ക്യൂമായി ജോയിൻ ചെയ്യുന്നു. ആ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 50 ഡിഗ്രി കിട്ടുന്നു. അതായത് ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ആംഗിൾ എ ക്യു ബി. അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇനി ആ ആംഗിൾ സെൻട്രൽ ആംഗിൾ വലുതാവുന്നതനുസരിച്ച് എ ക്യു ബിയിലും ആ മാറ്റം ഉണ്ടായിരിക്കും. ഓ സെൻറ്ററായ സർക്കിളിൽ എ പി ബി ആർക്കാണ്. എ ഒ ബി എ പി ബിയുടെ സെൻട്രൽ ആംഗിളാണ്. അത് സി എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് ആർക്കിൻ്റെ എ ക്യു ബിയുടെ സെൻട്രൽ ആംഗിൾ ഡി എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡിയുടെ ഓപ്പോസിറ്റ്, അതായത് എ ക്യു ബിയുടെ ഓപ്പോസിറ്റ് ആർക്ക് ഇവിടെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അത് ഡിയുടെ പകുതിയായിരിക്കും, ഹാഫ് ഡി ആയിരിക്കും. ഇനി എ ക്യു ബി എന്തായിരിക്കും നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു, സിയുടെ പകുതിയായിരിക്കും, ഹാഫ് സി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് ചലിപ്പിച്ച് നോക്കാം. എപ്പോഴും അത് സെയിം തന്നെയാണ്. അതായത് ഒരു ആർക്കിൽ വരുന്ന ആംഗിൾ അത് എങ്ങോട്ട് മാറ്റിയാലും സെയിം ആയിരിക്കും. ഇനി ഇവിടെയും അതുപോലെ നോക്കാം. അത് എങ്ങോട്ട് മാറ്റിയാലും അത് C/2 ആയിരിക്കും. ഇവിടെ D/2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ 2019 SSLC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ O is the center of the circle and angle AOC 80 ഡിഗ്രി. ഈ ഫിഗറിൽ ആംഗിൾ AOC 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ ABC. ആംഗിൾ ABC കണ്ടുപിടിക്കണം. അതുപോലെ ആംഗിൾ ADC, ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഇപ്പോൾ പിക്ചറിൽ നമുക്ക് ആംഗിൾ AOC 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആംഗിൾ AOC എന്ന് പറയുന്നത് ആർക്ക് ADCയുടെ സെൻട്രൽ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ADCയുടെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും, അതായത് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ ABC 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADC ആണ്. ആംഗിൾ ADC കാണണമെങ്കിൽ ഇപ്പോൾ ആർക്ക് ADCയുടെ ഓപ്പോസിറ്റ് ആർക്കാണ് ആർക്ക് ABC. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതായത് ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ബാക്കി വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 280 ആയിരിക്കും. APB, അതായത് ആർക്ക് ADCയുടെ ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 280 ആണ്. അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്, അതായത് 140. ഇപ്പോൾ നമുക്ക് ആംഗിൾ ADC 140 എന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻ 2019 മോഡൽ എക്സാം SSLC മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇൻ ദ ഫിഗർ O is the center of the circle and angle A is equal to 60 ഡിഗ്രി. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ BODയും ആംഗിൾ സിയും. അപ്പോൾ ഇതിൽ ആംഗിൾ A 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ A എന്ന് പറയുമ്പോൾ ആർക്ക് BCDയുടെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് BCDയുടെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ BOD എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളാണ് ആർക്ക് BCDയുടെ. അപ്പോൾ അതെന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും, അതായത് 120 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, അതായത് സിയിൽ ഉണ്ടാകുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ BCD കണ്ടുപിടിക്കണം, അതായത് ആംഗിൾ C കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഈ സെൻട്രൽ ആംഗിൾ
120 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 360 നിന്ന് 120 പോയി കഴിഞ്ഞാൽ 280 ആയിരിക്കും. ആ 280യുടെ പകുതിയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കായ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ. അപ്പോൾ അതായത് ഈ 280യുടെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്, അതായത് 120. ഇവിടെ ആർക്ക് ബി സി ഡിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, അതായത് 280യുടെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ 120. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഒ ഡിയും ആംഗിൾ സിയും കിട്ടി. ഇത് 2017 ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫിഗർ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആൻഡ് ആർക്ക് സി വൈ ഡി ആർക്ക് സി വൈ ഡിയുടെ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രിയുമാണ്. ദെൻ ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി ഡി. ട്രയാങ്കിൾ എ പി ഡി, ഇവിടെ കിടക്കുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഫിഗർ നമുക്ക് റഫായി വരയ്ക്കാം. അപ്പോൾ ഇത് റഫായി വരച്ചതാണ്. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആണ്, ആർക്ക് എ എക്സ് ബി. അപ്പോൾ ഈ ഒരു ആർക്കിന് പേര് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു എക്സ് വന്നേക്കുന്നത്. അതുപോലെ സി വൈ ഡി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു വൈ സർക്കിളിലൊരു പോയിൻ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ 2 കോഡ്സ് കാണാം, എ സിയും ബി ഡിയും പിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എ ഡി ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് എ പി ഡി. ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആർക്ക് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ഈസ് 60 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതായത് എ എക്സ് ബി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എയും ബിയും സെൻറ്ററുമായി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളാണ്. ഇവിടെ നോക്ക്, എ എക്സ് ബി എന്ന ആർക്കിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ്, അതായത് എയും ബിയും സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പം കിട്ടുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതേപോലെ ആർക്ക് സി വൈ ഡിയുടെ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ആംഗിളും നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി റഫായിട്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എ പി ഡിയിലെ ആംഗിൾസാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം, ഡി. അതായത് ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ എ ഡി പി എന്നും പറയാം, അതുപോലെ എ ഡി ബി എന്നും പറയാം. അപ്പോൾ എന്തായാലും ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആംഗിൾ ഡി എ ഡി ബി ആണ്. അപ്പോൾ ഇനി എ ഡി ബി നോക്കുക. എ ഡി ബി അതായത് ആർക്ക് എ എക്സ് ബിയുടെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളാണ്. കാരണം എയിൽ നിന്നും ബിയിൽ നിന്നും ആണ് ഈ ഡിയിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ 60 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും പോയേക്കുന്ന ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ, അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ അതിൻ്റെ പകുതിയായിരിക്കും. അതായത് എ ഡി ബി ഈസ് ഹാഫ് 60, ദാറ്റ് ഈസ് 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിക്കാം. ആംഗിൾ എ എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും. ഏതിന് ഈക്വലായിരിക്കും? ഡി എ സിക്ക് ഈക്വലായിരിക്കും. ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൽ ആംഗിൾ എ ആണ്, അതായത് ഇവിടെ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി ആണ്. ഡി എ സി നോക്കുമ്പോൾ നമുക്കറിയാം അത് സി വൈ ഡി എന്ന ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വന്നേക്കുന്ന ആംഗിളാണ്, സി വൈ ഡി. അപ്പോൾ സിയിൽ നിന്നും അതുപോലെ ഡിയിൽ നിന്നും എയിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻറ്ററിലേക്ക് പോയേക്കുന്ന ആംഗിൾ, അതായത് ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 80 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും ഡി എ സി, അതായത് 40 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ പി ഡിയിലെ 2 ആംഗിൾസ് കിട്ടി, 30യും
40. അങ്ങനെയാണെങ്കിൽ പി എന്തായിരിക്കും? അപ്പോൾ ഇവിടെ കാണുന്ന ഈ 60 എന്ന് പറയുന്നത് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് ഇവിടെയാണ്, അതായത് എ പി ഡി ആണ് വേണ്ടത്, ഇവിടെ വരുന്ന ഒരു ആംഗിൾ. അപ്പോൾ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഈസി ആയി കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം 180 ആണ്. 180 നിന്ന് ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ 110 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് എല്ലാം കിട്ടി, 30, 40 ആൻഡ് 110. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇവിടെ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. ഇഫ് ആംഗിൾ ഡി 80 ഡിഗ്രി, ഇവിടെ ആംഗിൾ ഡി അതായത് എ ഡി ബി, ആംഗിൾ ഡി 80 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ്. താഴെ തന്നേക്കുന്ന ഈ 4 മെഷർമെൻറ്റ്സും കണ്ടുപിടിക്കണം. ആംഗിൾ സി കാണണം, ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി കാണണം, അതുപോലെ ബി എ സി, പിന്നെ ആംഗിൾ എഫ്. ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് തന്നെയാണ്. അതായത് ഇവിടെ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വലിയ സെഗ്മെൻറ്റിൽ വരുന്ന ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, അതുപോലെ ഈ ചെറിയ സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, നമുക്കറിയാം ഇവിടെ എ ക്യു ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ, അതുപോലെ ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. ഇനി ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ അത് 180 ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഈ സർക്കിളിൽ എ ബി എന്ന കോഡ് ഇതിന് 2 സെഗ്മെൻറ്റ്സ് ആക്കുന്നുണ്ട്. ഒരു വലിയൊരു സെഗ്മെൻറ്റും ഇവിടെ ചെറിയൊരു സെഗ്മെൻറ്റും. അപ്പോൾ ഈ ഒരു വലിയ സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആംഗിൾ ഡി 80 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആംഗിൾ ഇയും സിയും ഒക്കെ 80 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സി കണ്ടുപിടിക്കാനാണ്. നമുക്ക് റഫായി ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാം. അപ്പോൾ നോക്കുക, ആംഗിൾ ഡി 80 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സെയിം സെഗ്മെൻറ്റിലെ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും ഈക്വൽ ആയിരിക്കും. ഇനി വേറൊരു പ്രത്യേകത, എ സി സെൻറ്ററിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്ററിൻ്റെ 2 എൻഡ്സ് സർക്കിളിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അതായത് ബി എന്ന പോയിന്റിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി, അതായത് ആംഗിൾ എ ബി സി കാണാനായിരുന്നു. അപ്പോൾ ആംഗിൾ എ ബി സി 90 ഡിഗ്രി. ഇനി നമുക്കറിയാം ഇവിടെ എല്ലാം 80 ഡിഗ്രി ആണ്. അപ്പോൾ ഇനി ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ 100 ആയിരിക്കും, കാരണം ഇത് രണ്ടും സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇവിടെ 100 ആയിരിക്കും. അപ്പോൾ എഫ് കാണാനായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ എഫ് കാണാനായിരുന്നു. അപ്പോൾ എഫും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി ഇനി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും, കാരണം 180 മൈനസ് 90 പ്ലസ് 80, കാരണം ബി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളാണ്. അതിൽ ഒരു ആംഗിൾ 90 ആണ്, ഒരു ആംഗിൾ 80 ആണ്. അപ്പം മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് ആദ്യം നോക്കാം. ഫസ്റ്റ് പാർട്ടാണ്, ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ഈസ് 100. എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ 100. കാൽക്കുലേറ്റ് ക്യൂ. അപ്പോൾ ഇവിടെ ഈ ക്യൂ കണ്ടുപിടിക്കുക. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി വൈ ക്യൂ. പി വൈ ക്യൂവിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ബി ക്യു സി. ബി ക്യു സി എന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ക്വസ്റ്റ്യൻ്റെ റഫ് ഫിഗർ വരച്ചു. ഇതിൽ ആർക്ക് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ 100 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ സെൻറ്റർ ഇതാണ്, ഒ ആണ്.
ഇത് സി സെൻറ്റർ അല്ല, അത് ഈ രണ്ട് കോഡ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇനി ആർക്ക് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ ഇവിടെ വരും. അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഇത് 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും, അതായത് ആ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇത് 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് ആദ്യം ക്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് ക്യൂ 50 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. അതിൽ ഒരു ആംഗിളായി. അടുത്ത നമുക്ക് ബി കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ആർക്ക്, അതായത് PYQ എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അതായത് PYQൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ പിയിൽ നിന്നും ക്യൂവിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ അത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ബിയിലേക്ക് വരുന്ന ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലാണ്. അപ്പോൾ 60യുടെ പകുതിയായിരിക്കും. ഇങ്ങനെ നമുക്ക് ആംഗിൾ ബി 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ ഇനി നമുക്ക് 2 ആംഗിൾസായി. നമ്മൾ BQC എന്ന ട്രയാങ്കിളിലെ 3 ആംഗിൾസാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ആംഗിൾസായി. ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. 180 മൈനസ് ഈ 2 ആംഗിൾസും കൂടി സം ചെയ്യുന്നു. 50 + 30. 180 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ അടുത്ത ആംഗിൾ 100 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിലെ 3 ആംഗിൾസും കിട്ടി. അടുത്ത അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ പ്രൂവ് ദാറ്റ് ആംഗിൾ APC ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXC ആൻഡ് ആർക്ക് BYD. അപ്പോൾ ഇവിടെ ആംഗിൾ APC എന്നത് സെൻട്രൽ ആംഗിൾ AXCയുടെ സെൻട്രൽ ആംഗിളിൻ്റെയും BYD എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെയും സമ്മിൻ്റെ ഹാഫ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ റഫായിട്ട് വരയ്ക്കാം. ഇതിൽ നമുക്ക് ആർക്ക് AXCയുടെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ BYDയുടെ സെൻട്രൽ ആംഗിൾ Y എന്നും മാർക്ക് ചെയ്യാം. ഇത് X എന്നും ഇത് Y എന്നും മാർക്ക് ചെയ്യാം. ഇനി ഈ BC ജോയിൻ ചെയ്യാം. അതിനുശേഷം AD ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾ APD നോക്കാം. ട്രയാങ്കിൾ APD നോക്കുക. ഇവിടെ അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ APDയിൽ ആംഗിൾസിൻ്റെ, അതായത് ആംഗിൾ D നോക്കാം. ആംഗിൾ D നോക്കുക. എയിൽ നിന്നും ഇവിടെ സിയിൽ നിന്നും പോയേക്കുന്ന കോഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് AXCയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഈ D എന്ന ആംഗിൾ ഹാഫ് X ആയിരിക്കും. അതേപോലെ അടുത്ത ആംഗിൾ A നോക്കാം. ആംഗിൾ A നോക്കുമ്പോൾ ഇവിടെ BD എന്ന ആർക്കിൽ ബിയിൽ നിന്നും ഡിയിൽ നിന്നും പോയേക്കാണ്. ADയും BAയും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതായത് ഈ BD എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ Y ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ Yയുടെ പകുതിയായിരിക്കും ആംഗിൾ A, ഈ ട്രയാങ്കിളിലെ ആംഗിൾ A. അപ്പോൾ നമുക്ക് APD എന്ന ട്രയാങ്കിളിൽ 2 ആംഗിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. 180 എന്ന് ആ 2 ആംഗിൾസ് മൈനസ് ചെയ്താൽ മതി. അതായത് 180 മൈനസ് ഹാഫ് X പ്ലസ് ഹാഫ് Y. ഇവിടെ നമുക്ക് ഹാഫ് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 180 മൈനസ് ഹാഫ് ഇൻറ്റു X പ്ലസ് Y എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ആംഗിൾ APC കണ്ടുപിടിക്കാം. APC നോക്കുക. ആംഗിൾ APC. അപ്പോൾ APC എന്ന് പറയുന്ന ആംഗിളും APD എന്ന ആംഗിളും സപ്ലിമെൻ്ററി ആയിരിക്കും. കാരണം അത് ലീനിയർ പെയറാണ്. അതായത് ഇവിടെ വരുന്ന ആംഗിളും ഈ ആംഗിളും ലീനിയർ പെയറാണ്. അപ്പോൾ അത് 180 നിന്ന്
എ പി ഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ എ പി സി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആംഗിൾ എ പി സി 180 മൈനസ് എ പി ഡി എന്ന് എഴുതി. 180 മൈനസ് എ പി ഡി നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നതാണ്. എ പി ഡി 180 മൈനസ് ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 180 മൈനസ് എ പി ഡിക്ക് പകരം ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് 180 മൈനസ് ഹാഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 180 ഇവിടെ മൈനസ് 180 ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നായി. അപ്പോൾ ഇനി ഇവിടെ നമുക്കറിയാം 180 മൈനസ് 180 ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നു. ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹാഫ് എക്സ് പ്ലസ് ഹാഫ് വൈ എന്ന് കിട്ടുന്നു. ഹാഫ് എക്സ് എന്താണ്? ഹാഫ് എക്സ് എന്നത് അതായത് എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി. അതുപോലെ ഹാഫ് വൈ എന്ന് പറയുമ്പം ബി വൈ ഡിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എ പി സി കിട്ടുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ എ പി സി ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് സി ആൻഡ് ആർക്ക് ബി വൈ ഡി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള കൺസ്ട്രക്ഷൻസ് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം.